ഹലോ എവരിവൺ, വെൽക്കം ടു കോഡ് ക്യൂസ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ വെയ്ഗായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് നമുക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പോകുന്നത്, നമുക്കൊരു അറേ തന്നിട്ടുണ്ടാവും. ആൻഡ് യൂസർ ഒരു ഇൻപുട്ട് തരും, ഒരു നമ്പർ. ആ നമ്പർ നമുക്ക് ഈ അറിയുന്ന ഏതെങ്കിലും രണ്ട് നമ്പർ എടുത്ത് സം ചെയ്യുമ്പോൾ അതിനോട് മാക്സിമം ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന സം എത്രയാണോ ആ രണ്ട് നമ്പേഴ്സ് എടുക്കുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ഒരു അറേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയുകയാണ് 27 വേണ്ട, അതിവിടെ കിട്ടും. 19. എനിക്ക് 19നോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് സം വരുന്ന രണ്ട് നമ്പേഴ്സ് വേണം. അപ്പോൾ ഇവിടുത്തെ കേസ് എടുക്കുകയാണെങ്കിൽ 8 + 7 15 ആണ്, ഓൾമോസ്റ്റ് ക്ലോസ്. 13 + 7 20 ഉണ്ട്. 13 + 8 എടുത്താൽ 21 വരും. അപ്പോൾ നമ്മുടെ ക്ലോസസ്റ്റ് 20 ആണ്. അഗെയിൻ 23 വിത്ത് 4 നമുക്ക് 19. അപ്പോൾ എക്സാക്ട്ലി സെയിം വരും. അപ്പോൾ ക്ലോസസ്റ്റ് എന്ന് തന്നെ പറയാം. അത് എക്സാക്ട്ലി സെയിം ആകുമ്പോൾ ഡിഫറൻസ് 0 അങ്ങനെ. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പം നമ്മുടെ രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് 23 4 ആണ്. ഒരു പ്രശ്നമുണ്ട്, ഇവിടെ 4 അല്ല 14 ആണ്. സോ ഞാൻ ഇവിടെ ഒരു കോമ ഇട്ടേക്കാം. അപ്പോൾ ഇത് 4 ആയി. അപ്പോൾ 23 4 അങ്ങനെ. അപ്പം അതേപോലെ ക്ലോസസ്റ്റ് ആയിട്ട് വന്ന നമ്പേഴ്സ് എടുക്കണം. ആൻഡ് ഇതാണ് നമ്മൾ കോഡ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയുന്ന രണ്ട് നമ്പർ എടുക്കാം. ആ രണ്ട് നമ്പർ എടുത്തിട്ട് സം ചെയ്യുമ്പോൾ യൂസർ തരുന്ന നമ്പറിനോട് മാക്സിമം ക്ലോസ് ആയിട്ട് വരണം. എക്സാക്ട്ലി സെയിം ആയ അത്രയും നല്ലത്, എന്നാലും മാക്സിമം ക്ലോസ് ആയിട്ട് വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. നമ്മൾ എന്താ ഈ 2 5 8 13 7 അങ്ങനെ എല്ലാവരുമായിട്ട് പ്ലസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു നമ്പർ ബാക്കിയുള്ള എല്ലാവരുമായിട്ടും കമ്പയർ ചെയ്യണം. അപ്പോൾ എന്താ, നമുക്ക് രണ്ട് ഫോർ ലൂപ്പ് വേണം. 4 i = 0, i less than n, i plus plus, 4 j = നമുക്ക് 2 എടുത്തു കഴിഞ്ഞാൽ 5 മുതൽ നോക്കി തുടങ്ങിയാൽ പോരെ. 2 എടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ ആദ്യം 2 എടുത്ത് ബാക്കി എല്ലാവരുമായിട്ടും ചെക്ക് ചെയ്തു, 5 എടുത്തു, ഇനി 8 മുതൽ അങ്ങോട്ട് ചെക്ക് ചെയ്താൽ മതി. സോ ജെ എന്ന് പറയുന്നത് എപ്പോഴും i + 1 ആയാൽ മതി. ആ എലമെൻ്റ് എടുക്കേണ്ട, അതിന് ശേഷമുള്ളവരുമായിട്ട് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓൾസോ ഇപ്പോൾ i7 എത്തുമ്പോഴും മുമ്പോട്ടുള്ളവർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി 2 + 7 ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് മാത്രം മതി. i + 1 തുടങ്ങി j less than n വരെ, j ++. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലൂപ്പ് എഴുതുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് എലമെൻറ്റ് n-1 ആണ് രണ്ടിൻ്റെ. അപ്പോൾ 5ഉം 5ഉം പ്ലസ് ചെയ്യും. അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. അപ്പോൾ i എന്ന് പറയുന്നത് n-1 വരെ പോയാൽ മതി. അതായത് 4 വരെ എടുത്താൽ മതി. നമ്മൾ 4 എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി 5 ആയിട്ട് 4 + 5 ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇനി 5 എടുക്കേണ്ട ആവശ്യമില്ല. i നമുക്ക് ഇവിടം വരെ പോയാൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് എൻഡിങ് പോയിൻ്റൊക്കെ ഇങ്ങനെ നോക്കുക. നമുക്കൊരു വേഗമായിട്ടൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ പോകേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വേണം കോഡ് ചെയ്യാൻ. കോഡ് ചെയ്യുമ്പോൾ ആ വേണ്ട ഭാഗങ്ങൾ തിരുത്തി കൊടുത്താലും മതിയോ. ഓക്കെ, പിന്നെ നമുക്ക് എന്താ വേണ്ടേ, സം എടുക്കണം രണ്ട് നമ്പേഴ്സിൻ്റെ. AR സ്ക്വയർ ബ്രാക്കറ്റായി പ്ലസ് AR സ്ക്വയർ ബ്രാക്കറ്റ് J. ഇത് രണ്ടും സം എടുക്കുന്ന നമുക്കൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം. ആൻഡ് ഈ സമ്മ് നമ്മുടെ ടാർഗറ്റ് വാല്യൂവിനോട് ക്ലോസ് ആണെന്ന് നോക്കണ്ടേ. അപ്പോൾ എന്താ, അവർ തമ്മിലുള്ള ഡിഫറൻസ് ടാർഗറ്റ് മൈനസ് സമ്മ്. ഇത് നമുക്ക് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഡിഫറൻസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു 0 വരണം. അപ്പോൾ ഓരോ വട്ടം ചെക്ക് ചെയ്യുമ്പോൾ ഡിഫറൻസ് കുറവാണോ എന്ന് ചെക്ക് ചെയ്ത് വരണം. അപ്പോൾ എന്താ ഇനി വേണ്ടേ, ഇനി നമുക്കൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഇഫ് നമ്മൾ ഓൾറെഡി അതായത് പ്രീവിയസ് ഡിഫറൻസ് ലെസ് ദാൻ പുതിയതാണോ എന്ന് നോക്കണം. അപ്പോൾ പ്രീവിയസ് ഡിഫറൻസ് ആയിട്ട് നമുക്കൊരു ഡി ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ നിലവിൽ ഡിക്ലെയർ ചെയ്ത വേരിയബിൾസ് ഏതൊക്കെ, i ഉണ്ട്, j ഉണ്ട്, സം ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്, പിന്നെ യൂസർ കൊടുക്കുന്ന ടാർഗറ്റ് വാല്യൂ ഉണ്ട്.
പിന്നെ നമുക്ക് പ്രീവിയസ് സമ്മ് ഞാനിപ്പോൾ ഡി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാമെന്ന് വെച്ചോ. അപ്പോൾ ഇനീഷ്യലി ഡി എന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കണം. അപ്പോൾ ഡിഫറൻസ് കുറഞ്ഞു വരണം അല്ലേ. അപ്പോൾ ഡി മാക്സിമം പോസിബിൾ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കാം. മുമ്പ് എടുത്ത് വെച്ച പോലെ തന്നെ ഇൻറ്റ് മാക്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഡി ഈസ് ഈക്വൽ ടു. അപ്പോൾ നിലവിൽ നമ്മൾ ഇത്രയും വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇനിയും എടുക്കാം. അപ്പോൾ എപ്പോഴെങ്കിലും ഡിഫറൻസ് ലെസ് ദാൻ ഡി ആവുന്നുണ്ടെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ വേണ്ടേ, ഡിയിലോട്ട് പുതിയ ഡിഫറൻസ് അസൈൻ ചെയ്ത് കൊടുക്കുക. എയിലോട്ട് നമ്മുടെ അറയിലെ വാല്യൂസ് നമ്മളിപ്പോൾ സം ചെയ്യാനെടുത്ത 2 വാല്യൂസ് എയിലോട്ടും ബിയിലോട്ടും അസൈൻ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ആ 2 വാല്യൂസ് ആണല്ലോ വേണ്ടേ, ക്ലോസസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് എയിലോട്ടും ബിയിലോട്ടും കൊടുക്കാം. അപ്പോൾ ഇനി എയും ബിയും ഡിക്ലെയർ ചെയ്യാനുണ്ട്. എ ബി. ഇപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, ആദ്യം ഈക്വൽ ടു 2 ആവും. എന്നിട്ട് ഇവരെല്ലാവരെയും 2ൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ട് നമ്മുടെ ടാർഗറ്റ് വാല്യൂ ആയിട്ട് മൈനസ് ചെയ്ത് നോക്കും. ഡിഫറൻസ് എപ്പോഴൊക്കെ കുറയുന്നോ അപ്പോഴൊക്കെ ഈ ഡിയിലോട്ട് പുതിയ ഡിഫറൻസ് ഇട്ട് കൊടുക്കും. എയിലോട്ടും ബിയിലോട്ടും ആ സമ്മ് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച 2 നമ്പേഴ്സ് ഇട്ട് കൊടുക്കും. പിന്നെന്താ, നമുക്കിത് ത്രൂ ഔട്ട് റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരുന്നാൽ പോരെ. ഈ ലൂപ്പ് ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോൾ ആദ്യം 2 വെച്ച് ഫുള്ള് ചെക്ക് ചെയ്തു, 5 വെച്ച് ഫുള്ള് ബാക്കിയുള്ള ചെക്ക് ചെയ്തു, 13, 8 വെച്ച് ബാക്കിയുള്ളത്, പിന്നെ 13, 7, 23, 9 ഓരോന്നോരോന്ന് വെച്ച് ലൈക്ക് ആ ലൂപ്പ് രണ്ടും എൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ, ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമുക്കിവിടെ കിട്ടും. അതിനു വേണ്ടി ഉപയോഗിച്ച 2 വേരിയബിൾസും നമുക്കിവിടെ കിട്ടും. ഓക്കെ, സോ ഇത് നമുക്കൊന്ന് കോഡ് ചെയ്ത് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h നമ്മൾ എന്തൊക്കെ വേണ്ടേ, ഇൻറ്റ് ing 2 ലൂപ്പിന് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ടാർഗറ്റ് വേരിയബിൾ ഞാൻ ടി എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി എയും ബിയും, പിന്നെ എന്തൊക്കെയായിരുന്നു, ഇൻറ്റ് സമ്മ് വേണം, ഡിഫറൻസ് വേണം, ഡി ഈക്വൽ ടു ഇൻറ്റ് മാക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിടണം. അപ്പോൾ ഇൻറ്റ് മാക്സ് കൊടുക്കാനായിട്ട് നമ്മൾ ലിമിറ്റ്സ് കോൾ ചെയ്യണം. ഹാഷ് ഇൻക്ലൂഡ് limits.h. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാമെന്നുള്ളൂ കേട്ടോ. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടാൽ നമുക്ക് കുറച്ച് സൗകര്യമായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ. ഇനി എന്താ വേണ്ടേ, ഇൻറ്റ് അറേ ഓക്കെ. സോ നമ്മൾ 2 അറേ ലൈക്ക് ഒരു അറേ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ സൈസ് എടുക്കണം. n is equal to size of array by size of ar square bracket 0. ഓക്കെ, അടുത്ത നമുക്ക് എന്താ വേണ്ടത്, യൂസറിൻ്റെ ഒരു ടാർഗറ്റ് വേരിയബിൾ ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ printf enter a number അല്ലെങ്കിൽ enter target value ആൻഡ് ആ വാല്യൂ നമ്മൾ എന്തിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്, ടിയിലോട്ട്. scanf %t, %t. ഓക്കെ, ടാർഗറ്റ് വേരിയബിൾ നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി എന്താ, നമ്മൾ അറയിലുള്ള 2 എലമെൻ്റ് എടുത്ത് ആഡ് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് 2 എലമെൻ്റ് എടുക്കണമെങ്കിൽ 2 ഫോർ ലൂപ്പ്. for I is equal to 0, I less than n, I plus plus, for j equal to I plus 1. നമുക്ക് I കഴിഞ്ഞിട്ടുള്ള എലമെൻ്റ് പോലെ എടുത്താൽ മതി. ആൻഡ് j less than n, j plus plus.
നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, ഐ വാല്യൂ ലാസ്റ്റ് എലമെൻറ്റ് വരെ ഓടേണ്ട ആവശ്യമില്ല, അതിന് തൊട്ട് മുമ്പ് വരെ മതി. കാരണം അതിന് തൊട്ട് മുമ്പുള്ള എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും ആ ഒരു സ്റ്റെപ്പിൽ ആഡ് ചെയ്തോളും. ഇപ്പോൾ 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്ട് സമ്മാണ് നമ്മൾ എടുക്കുന്നത്. സം എടുത്തിട്ട് അത് ക്ലോസസ്റ്റ് ആണോ എന്ന് നോക്കും നമ്മുടെ ടാർഗറ്റ് വേരിയബിളായിട്ട്. അപ്പോൾ സം കണ്ടുപിടിക്കണം. സം ഇസ് ഈക്വൽ ടു AR സ്ക്വയർ ബ്രാക്കറ്റ് I പ്ലസ് AR സ്ക്വയർ ബ്രാക്കറ്റ് J. അപ്പോൾ ഇനി 12 ബാക്കിയുള്ള എല്ലാവരുമായിട്ട് ആഡ് ചെയ്തോളും. എന്നിട്ട് എന്ത് വേണം? ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഡിഫറൻസ് ചെയ്യുമ്പോൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് വാല്യൂ 19 ആണെന്ന് വെച്ചോ. നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയ ഡിഫറൻസ് 5 ആണ്. ദിസ് ടൈം നമ്മൾ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 21 ആണ്. 19 മൈനസ് 21 ചെയ്യുമ്പോൾ -2 വരും. നമ്മൾ അപ്പോൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് വാല്യൂസ് എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ -2 വരും, -7 കിട്ടിയെന്ന് വെച്ചോ. 5-നേലും ചെറുതാണ് -7 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ നമ്മൾ വീണ്ടും ക്ലോസസ്റ്റ് എന്ന് പറഞ്ഞ് ഈ -7 ആയിരിക്കും എടുക്കാൻ പോണേ. ആക്ച്വലി അവരുടെ ഡിഫറൻസ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വിഡ്ത്ത് 7 ഉണ്ട്, നേരത്തെ 5 ആയിരുന്നു. അപ്പോൾ ആ ഒരു മിസ്സിങ് ഒഴിവാക്കാൻ വേണ്ടി, അതായത് നമ്മൾ നെഗറ്റീവ് വാല്യൂസ് വേണ്ട, ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് വാല്യൂ വേണം. അതാണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പം 19-ഉം 23-ഉം അതേപോലെ 19-ഉം 17-ഉം എടുക്കുകയാണെങ്കിൽ 19-ഉം 17-ഉം ആണ് കുറച്ചുകൂടി ക്ലോസസ്റ്റ്. കാരണം അവർ തമ്മിൽ ദൂരം 2 ഉള്ളൂ. 23 ആയിട്ട് ദൂരം 4 ആണ്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള ആ ദൂരം മാത്രം നോക്കിയാൽ മതി. അതിന് വേണ്ടി നമ്മൾ മൈനസ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് വാല്യൂ എടുക്കണം. സോ നമുക്ക് അതിന് സിയിലൊരു ഫംഗ്ഷൻ ഉണ്ട്, ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ആബ്സല്യൂട്ടൊക്കെ ഒരു മാത്ത് ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ വിളിക്കുന്ന പോലെ ഹാഷ് ഇൻക്ലൂഡ് math.h കോൾ ചെയ്ത്. അപ്പോൾ എന്തായിരുന്നു, നമുക്ക് ടാർഗറ്റ് വേരിയബിളും മൈനസ് സം ചെയ്ത് നോക്കും. ഇനി എന്താ, ഈ ഡിഫറൻസ് ലെസ് ദാൻ നമ്മുടെ D ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. പുതിയ D ആയിട്ട് ഡിഫറൻസ് അസൈൻ ചെയ്ത് കൊടുക്കുക. പുതിയ D ആയിട്ട് ഡിഫറൻസ് അസൈൻ ചെയ്ത് കൊടുത്തു. അടുത്ത എന്താ, എയും ബിയോടും. അപ്പോൾ A is equal to AR സ്ക്വയർ ബ്രാക്കറ്റ് I, B is equal to AR സ്ക്വയർ ബ്രാക്കറ്റ് J. ഓക്കെ. സോ നമുക്ക് കണ്ടീഷൻസ് നമ്മുടെ ലോജിക്കല്ല എഴുതി വെച്ചിന്. മൈനസ് ചെയ്യുമ്പോൾ എപ്പോഴൊക്കെ ഡിഫറൻസ് ചെറുതാവുന്നോ അപ്പോഴൊക്കെ ആ ഡിഫറൻസ് Dയിലോട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് എയിലോട്ടും ബിയിലോട്ടും അതിന് ആഡ് ചെയ്യാൻ വേണ്ടി എടുത്ത 2 നമ്പേഴ്സ് എടുത്തോളും. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഫൈനലി നമ്മുടെ ഔട്ട്പുട്ട് എല്ലാം വേണം. printf ക്ലോസസ്റ്റ് സം ടു നമ്മുടെ യൂസർ ഇൻപുട്ട് ചെയ്ത നമ്പർ, അതേതായിരുന്നു, ടാർഗറ്റ് വേരിയബിൾ T ഈസ് നമുക്ക് എൻ്റെയും ബിൻ്റെയും സം അല്ലേ, A പ്ലസ് B. ഓക്കെ. നെക്സ്റ്റ് ലൈനിൽ which is the sum of A and B. A, B. ഓക്കെ. പിന്നെ ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമ്മളിവിടെ എടുത്തേക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 12, 45, 23, 54 ഇങ്ങനെയൊക്കെയാണ്. 23 + 65 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ 88 കിട്ടും അല്ലേ. അപ്പം ഞാൻ ജസ്റ്റ് 89 കൊടുക്കുക. അപ്പോൾ 89നോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് വന്നത് 90 ആണ്. 45 and 45, 88 ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഒരിക്കൽ ഔട്ടായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ അത്രേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് എക്സാക്ട്ലി സെയിം വന്നതൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് എക്സിറ്റ് ആവണം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാമെന്നുള്ളൂ. ഒരു കണ്ടീഷൻ എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വെച്ച് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്കെന്താ 45 മാത്രമേ വന്നുള്ളൂ. 23, 65 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 88 കിട്ടുമായിരുന്നു. 89 നിന്ന് ഡിഫറൻസ് വന്നേ ഉള്ളൂ. അപ്പോൾ അത് വേണേൽ കൊണ്ടുവരാം. അതേപോലെ ഞാനിപ്പോൾ 90 എൻ്റർ ചെയ്തെന്ന് വെച്ചോ.
ഇപ്പോൾ 90 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും 45 + 45 തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇവിടെയും 45 ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ 90 കിട്ടി. പക്ഷേ എനിക്ക് സെക്കൻഡ് ലൂപ്പ് ഓടിത്തീരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ എനിക്ക് ആ സെയിം നമ്പർ കിട്ടി. അപ്പോൾ ഇനി വേറെ ഡിഫറൻസ് ഡിഫറൻസ് 0-നേലും കുറവായിട്ട് വേറെ ഒന്നും വരാൻ പോണില്ല. അപ്പോൾ അവിടെ വെച്ച് നിർത്താം എന്നുള്ളൊരു കണ്ടീഷൻ വേണമെങ്കിൽ എനിക്ക് നടുക്ക് കൊടുക്കാം. ഇഫ് t = നമ്മുടെ സം ആവുക എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. നമ്മുടെ ആ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്ത് കിട്ടിയാൽ മതി. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കൂടുതൽ കോഡ് ചെയ്ത് ആ ലോജിക്ക് മാക്സിമം ബിൽഡ് ചെയ്യാൻ നോക്കുക. താങ്ക് യു.